ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നൊരു സിനിമ കാണാൻ പോവുകയാണ്. നമ്മുടെ എമ്പുരാൻ സിനിമ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ്. നമ്മൾ സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് അവിടുന്ന് മെട്രോ പിടിച്ച് രജോറി ഗാർഡനിലാണ് പോകുന്നത് കേട്ടോ. രജോറി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് സിനിമ കാണാൻ പോകുന്നത്, ഡൽഹിയിൽ. അപ്പം നമ്മൾ സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് രജോറി ഗാർഡനിലെത്തി. അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ ഐമാക്സിൽ വന്ന് രജോറി ഗാർഡനിൽ ഐമാക്സിൽ വന്നിട്ട് അവിടെ എമ്പുരാൻ കാണാനായിട്ട് കയറാൻ പോവുക. അപ്പം നമുക്ക് ആവശ്യം പോലെ സമയം ബാക്കിയുണ്ടായിട്ട് പുറത്തുനിന്നുള്ളൊരു ചായക്കടയിൽ കയറി ചായ കുടിച്ച് പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്ത് ആവശ്യം പോലെ സമയം ഇനിയും ബാക്കിയുണ്ട്. 11:30 സിനിമ തുടങ്ങും. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് പിന്നെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട്, അതായത് നമ്മുടെ കൂട്ടുകാരൻ സാരംഗ് ഇവിടെ ഇരുന്ന് ഫോണിൽ ഭയങ്കര ബിസിയാണ്. പിന്നെ എമ്പുരാൻ ഐമാക്സിൽ തന്നെ കാണണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. കണ്ട ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, ബാക്കി സെറ്റപ്പുകൾ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഐമാക്സിൻ്റെ ആസ്പെക്ട് റേഷ്യോവും പിന്നെ സ്ക്രീൻ സൈസും എല്ലാം നമ്മുടെ സാധാ തിയേറ്റേഴ്സിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഒരു നോർമൽ തിയേറ്ററിൽ 4K റെസൊല്യൂഷൻ ആണെങ്കിൽ ഐമാക്സിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 12K ആണ്, 3 മടങ്ങ് അധികം. പിന്നെ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഐമാക്സ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ലുലു മാളിലും പിന്നെ ഒന്ന് കൊച്ചിയിലും, ഇങ്ങനെ 2 കേരളത്തിൽ ഐമാക്സ് ഉള്ളു. ഇതൊരു കനേഡിയൻ കമ്പനിയാണ് ഐമാക്സിൻ്റെ. അങ്ങനെ സിനിമയൊക്കെ തീർന്ന് നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ രജോറി ഗാർഡനിൽ സിനിമയൊക്കെ കണ്ടിട്ട് രജോറി ഗാർഡൻ്റെ മെയിൻ മാർക്കറ്റിൻ്റെ ആ വഴി കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ. ശനിയാഴ്ച ആണെങ്കിൽ ഇന്ന് ഫുള്ള് തിരക്കാണ്. അങ്ങനെ നമ്മൾ ഇവിടെ കയറി കഴിക്കാമെന്നുള്ള രീതിയിൽ അവിടെ കയറി. പക്ഷേ അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അവിടെ വെജ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ തേടി പിടിച്ച് കുറേ നടന്നപ്പോഴത്തേക്ക് ഒരു സ്ട്രീറ്റ് ഫുഡുള്ള ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്നാണ് അവസാനം ചിക്കൻ ഫ്രൈഡ് റൈസും മോമോയും ഒക്കെ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും തിരിച്ച് മെട്രോ സ്റ്റേഷനിൽ തന്നെ പോയിട്ട് തിരിച്ചു പോകാനുള്ള. പിന്നെ നമ്മുടെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സിനിമയാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. പിന്നെ 3-4 കണ്ടന്റ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ദൈർഘ്യം കുറച്ചുകൂടെ കൂടുതൽ വേണമായിരുന്നെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ബൈ ബൈ, ടാറ്റ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.